എല്ലാ പ്രിയപ്പെട്ടവർക്കും പുസ്തക പരിചയത്തിലേക്ക് ഹൃദ്യമായ സ്വാഗതം. ഞാൻ സുരേന്ദ്രൻ പുത്തഞ്ചേരി. ഷാരോൺ ബുക്സ് പുറത്തിറക്കിയിട്ടുള്ള പറയിപെറ്റ പന്തിരുകുലം എന്ന കഥയിലെ 3-ാം അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം. രാജാവിൻ്റെ സംശയ നിവാരണവും വരരുചിയുടെ നുണയും. വിക്രമാദിത്യ മഹാരാജാവിൻ്റെ സദസ്സ് ആകെ അസ്വസ്ഥമായി. രാജാവിൻ്റെ മനസാക്ഷി അദ്ദേഹത്തെ കുത്തിനോവിച്ചുകൊണ്ടിരുന്നു. ഇരിക്കപ്പുറതിയില്ലാതെ രാജാവ് സദസ്സിൽ ഉലാത്താൻ തുടങ്ങി. വരരുചി സദസ്സിൽ നിന്ന് പോയിട്ട് ഇന്നേക്ക് 41 ദിവസം കഴിയുകയാണ്. മഹാരാജാവിന് ദുഃഖം നിയന്ത്രിക്കാനായില്ല. വരരുചിയെ ഇനിയും കാണുന്നില്ല. താൻ ഇത്ര കടുത്ത ഭാഷയിൽ അദ്ദേഹത്തോട് കൽപ്പിക്കാൻ പാടില്ലായിരുന്നു. വരരുചിക്ക് ഇനിയും ഉത്തരം കണ്ടുപിടിക്കാൻ കഴിഞ്ഞിട്ടില്ലെങ്കിലോ? ഉത്തരം കിട്ടിയിട്ടില്ലെങ്കിൽ വരരുചി എന്തെങ്കിലും അവിവേകം കാട്ടിക്കാണുമോ? രാജാവിൻ്റെ മനസ്സ് ഈ വിധം പല ചിന്തകളാലും വ്യാകുലമായി. എന്നാൽ സദസ്സിലെ മറ്റു പണ്ഡിതന്മാരുടെ ഉള്ളിൽ സന്തോഷമായിരുന്നു. ഇനിയെങ്കിലും വരരുചിയുടെ ശല്യം തീരുമല്ലോ. അതോടെ രാജാവ് തങ്ങൾക്ക് പ്രാമുഖ്യം നൽകുകയും ചെയ്യും. മഹാരാജാവിൻ്റെ ദുഃഖവും പണ്ഡിതന്മാരുടെ സന്തോഷവും ആസ്ഥാനത്താക്കിക്കൊണ്ട് വരരുചി രാജധാനിയിലേക്ക് ഒരു കൊടുങ്കാറ്റ് പോലെ കടന്നു വന്നു. താൻ തേടിയ ചോദ്യത്തിന് ഉത്തരം ലഭിച്ചു എന്ന് വരരുചിയുടെ മുഖം വ്യക്തമാക്കുന്നു. രാജാവിന് സന്തോഷമായി. അദ്ദേഹം വരരുചിയെ സദസ്സിലേക്ക് സ്വാഗതം ചെയ്തു. പറയൂ വരരുചി, എൻ്റെ ചോദ്യങ്ങൾക്ക് താങ്കൾക്ക് ഉത്തരം ലഭിച്ചുവോ? വരരുചി പറഞ്ഞു, പ്രഭോ, രാമായണത്തിലെ ഏറ്റവും മഹത്തായ ശ്ലോകം ഏത് എന്നതായിരുന്നില്ലേ അത് താങ്കളുടെ ചോദ്യം? രാമം ദശരഥം വിദ്ധി മാം വിദ്ധി ജനകാത്മജാം അയോധ്യാമടവീം വിദ്ധി ഗച്ഛദാത യഥാസുഖം. ഇതാണ് ഇതിലെ പ്രധാന വാക്യം. മാം വിധി എന്നതും പ്രധാനം തന്നെ. ഇത്രയും പറഞ്ഞ് വരരുചി ശ്ലോകത്തിൻ്റെ അർത്ഥം 10 തരത്തിൽ വ്യാഖ്യാനിച്ച് കേൾപ്പിച്ചു. രാജാവിന് അതീവ സന്തോഷമായി. ശ്ലോകത്തിൻ്റെ അർത്ഥം 10 തരത്തിൽ കേട്ടപ്പോൾ മഹാരാജാവിന് വല്ലാത്ത സന്തോഷം. ഈ സമയത്താണ് വരരുചി വനദേവതന്മാർ പറഞ്ഞ 2ാമത്തെ കാര്യം ഓർത്തത്. പറയിപ്പെണ്ണിനെ വിവാഹം കഴിക്കണമെന്ന കാര്യം. അദ്ദേഹം പറഞ്ഞു, അല്ലയോ മഹാരാജൻ, എൻ്റെ ഈ 41 ദിവസത്തെ യാത്രക്കിടയിൽ ഞാനൊരു കാര്യം അറിയാനിടയായി. അത് കേട്ട് അങ്ങ് തിരുമനസ്സുകൊണ്ട് ദുഃഖിക്കരുത്. വരരുചി ഇടയ്ക്ക് നിർത്തി. പറയൂ പണ്ഡിത, എന്തും നേരിടാൻ നാം തയ്യാറാണ്, രാജാവ് അറിയിച്ചു. നമ്മുടെ രാജ്യത്ത് ഇന്നലെ രാത്രി ഒരു പറയിപ്പെണ്ണിൻ്റെ പ്രസവം നടന്നിട്ടുണ്ട്. ആ കുഞ്ഞ് നമ്മുടെ നാടിന് ദോഷം വരുത്തി വയ്ക്കും. ആ കുഞ്ഞിന് 3.5 വയസ്സാകുമ്പോൾ അങ്ങയ്ക്കും രാജ്യത്തിനും അപകടം സംഭവിക്കാൻ സാധ്യതയുണ്ട്. വരരുചി പറഞ്ഞത് കേട്ട് എല്ലാവരും ഞെട്ടി. രാജാവ് പറഞ്ഞു, നമുക്ക് ദോഷമുണ്ടാകുമെന്ന് കരുതി ഒരു കുഞ്ഞിനെ കൊല്ലാനോ? അതും പെൺഹത്യ? ഒരു മഹാപാപം ചെയ്തിട്ട് നമുക്ക് നമ്മുടെ ജീവൻ രക്ഷിക്കേണ്ട. നമുക്ക് മറ്റെന്തെങ്കിലും ഉപായം കണ്ടെത്താം. അവസാനം എല്ലാവരും ഒരു തീരുമാനമെടുത്തു. അങ്ങനെ രാജഭടന്മാർ ആ കുഞ്ഞിനെ കണ്ടുപിടിച്ച് തലയിൽ ഒരു പന്തം തറച്ച് വാഴപ്പിണ്ടി കൊണ്ടുണ്ടാക്കിയ ചങ്ങാടത്തിൽ കുഞ്ഞിനെ നദിയിലേക്ക് ഒഴുക്കി വിട്ടു. തനിക്ക് വരാനിരുന്ന അപകടം വളരെ നിഷ്പ്രയാസം ഇല്ലാതാക്കിയ സന്തോഷത്താൽ വരരുചി സ്വന്തം വീട്ടിലേക്ക് തിരിച്ചു. പ്രിയപ്പെട്ടവരെ, ഇതിൻ്റെ 4-ാം അധ്യായം നമുക്ക് നാളെ ശ്രമിക്കാം. എല്ലാവർക്കും നന്ദി.